ISLൽ ഇന്നലെ ബ്രേക്കിനു ശേഷം JRD ടാറ്റ സ്റ്റേഡിയത്തിൽ ജംഷഡ്പൂർ ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം സമനിലയിൽ അവസാനിച്ചപ്പോൾ കഴിഞ്ഞ ബ്രേക്കിനു ശേഷം എന്താണോ ബ്ലാസ്റ്റേഴ്സ് അത് തന്നെയാണ് ഈ ബ്രേക്കിനു ശേഷം വന്ന ബ്ലാസ്റ്റേഴ്സിന്റെയും അവസ്ഥ. അതേ മെന്റാലിറ്റിയും ഇൻഡിവിജ്വൽ മിസ്റ്റേക്കും ടീമിന്റെ കളിമികവ് മുകളിലേക്ക് പോകേണ്ടതിന് പകരം താഴേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മത്സരത്തിലെ ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സമനിലയോടെ ഒരു പോയിന്റ് അകലെ മാത്രം പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു കളി കൊണ്ട് എന്തായാലും ഇനി പച്ചപിടിക്കാൻ പോകുന്നില്ല. എന്നാലും നിലവിലെ നാഥനില്ല അവസ്ഥയിൽ നിന്ന് ടീമിനെ കരകയറ്റാൻ എലിമിനേറ്റർ മത്സരത്തിലെങ്കിലും ലൂണ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ള മോശം കളി മികവിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനോടുള്ള നിരാശയെ ശമിപ്പിക്കുന്നത്. കൂടാതെ എപ്പോഴത്തെയും പോലെ ഫോം നിലനിർത്തി ലൂണ പോയതിനു ശേഷം പണിമൊത്തം ഒറ്റക്കെടുക്കുന്ന ദിമിക്ക് ചോദിക്കുന്ന എത്ര സാലറിയാണോ കൂട്ടിക്കൊടുത്തായാലും ടീമിൽ ദീർഘകാലത്തേക്ക് നിലനിർത്തിയാൽ ടീമിന് നല്ലത്. അതുപോലെ നിരവധി മാസങ്ങളായി തുടർന്നു വരുന്ന പരമശോകം കളി മാത്രമല്ല, ഇൻഡിവിജ്വൽ മിസ്റ്റേക്കും ഡാനിഷും ഔട്ട് ഓഫ് ദി ഫോമിൽ കുറെ കാലമായ രാഹുലും വീണ്ടും മികച്ച രീതിയിൽ ആ മികവ് നിലനിർത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇരു താരങ്ങളെയും സെല്ല് ചെയ്യുന്നത് തന്നെയായിരിക്കും ടീമിന് ഗുണം. കൂടെ തന്നെ നവോച്ച സിംഗിന്റെ കോൺട്രാക്ട് ദീർഘിപ്പിക്കുന്നത് കുറച്ചുകൂടി ബ്ലാസ്റ്റേഴ്സ് സീരിയസ് ആയി ചിന്തിക്കേണ്ട കാര്യമാണ്. താരം ടീമിന് മികച്ച രീതിയിൽ തന്നെ ഭാവിയിൽ ഗുണകരമായേക്കും. രാഹുലിന് പകരം അടുത്ത മത്സരത്തിൽ നിഹാലിനെയോ സൗരഭിനെയോ പരിഗണിക്കുന്നതാകും നല്ലത്. ദാനിഷിനു പകരം വരുന്ന മത്സരങ്ങളിൽ ജീക്സൺ വിബിൻ അല്ലെങ്കിൽ അസ്ഹർ ഫ്രെഡിയെയും പരിഗണിക്കാം. തീർച്ചയായും ഫെഡോറിന്റെ വേഗതയും കളിമികവും ടീമിന് അത്യാവശ്യമാണ്. ആദ്യ 11-ൽ താരം തന്റെ ഇടം ഭദ്രമാക്കിയിട്ടുണ്ട്. ഇനി കളിയിലെ പ്രധാന പോരായ്മകൾ നോക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴത്തെയും പോലെ ഒരു തീരാ പ്രശ്നമായി ഇത്തവണയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ താരങ്ങളുടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കും ഗോളാക്കാനുള്ള നിരവധി അവസരങ്ങൾ വെറുതെ കളഞ്ഞപ്പോൾ വിജയം അത്യാവശ്യമായ സമയത്ത് ആ അവസരങ്ങളുടെ വില മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുപോലെ വേഗത കുറഞ്ഞ നമ്മുടെ ഡിഫൻസ് നിരയും ഒരു കൺസേൺ ആണ്. കൂടെ തന്നെ കളിയെ നിയന്ത്രിക്കാനും ചുക്കാൻ പിടിക്കാനും ഒരു താരത്തിന്റെ കുറവ് തീർച്ചയായും ടീമിന്റെ കളിമികവിൽ വ്യക്തമാണ്. അതിൽ ഊണ വന്നാലേ ശരിയാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ആശാൻ 3 സീസണുകളിൽ അടുപ്പിച്ച് പ്ലേ ഓഫ് യോഗ്യത നേടിത്തന്നു എന്ന റെക്കോർഡിന് ഉടമയാകുമ്പോൾ ഇനിയും അതുമാത്രം മതിയോ എന്നതും ചിന്തിക്കേണ്ട വിഷയമാണ്. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.